Hello guys, it's me Sanita. This is my YouTube channel. Welcome to my channel and please support me. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ട് ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു 4 ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു അടിപൊളി ക്രിസ്മസ് ഫാദറിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തെർമോക്കോളിന് മുത്തെടുത്തിട്ടുണ്ട്, 2 റെഡിമെയ്ഡ് കണ്ണെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു ഗ്ലാസ് എടുത്ത് അതിന് മുകളിലോട്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. എക്സ്ട്രാ ചേർക്കുന്ന കുറച്ച് പഞ്ഞിയും 2 കണ്ണുകളും ഒരു ചെറിയ മൂക്കിന് വേണ്ടിയിട്ട് ഒരു തെർമോക്കോളിൻ്റെ ബീഡുമാണ്. വേറെ ഒരു സാധനം നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഫുള്ള് നമ്മൾ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്ലാസ് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് 2 പീസാക്കി എടുക്കണം. ഇതുപോലെ 2 പീസായിട്ട് എടുത്തിട്ട് അത് രണ്ടും ഇതുപോലെ ചുരുട്ടി എടുക്കുക. ഇപ്പോൾ 2 എണ്ണം ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ അളവിൽ ഒരു ചെറിയ 2 കാലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇത് ഫുള്ള് കാണണം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വളരെ നല്ലതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വളരെ ഈസിയായിട്ട് നല്ലൊരു ഫാദറിനെ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇത് തലതിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കാലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തലതിരിച്ചൊന്ന് വെച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ 2 ഗ്ലാസ് നമ്മൾ ഒട്ടിച്ചു. അതിൻ്റെ മുകളിൽ 2 ചെറിയ കഷ്ണങ്ങൾ നമ്മൾ ഒട്ടിച്ചു. ഇനി അത് നമ്മളൊരു ചതുരത്തിലൊരു ബോക്സിലോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാം. ചെറിയ അടപ്പ് പാത്രമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതേ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ കൈ ഒട്ടിച്ചു. കാല് ചെയ്ത പോലെ തന്നെ നമ്മൾ വീണ്ടും ഗ്ലാസിൻ്റെ പീസ് എടുത്ത് 2 കൈയും സെറ്റ് ചെയ്തു, കാലും സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തലയുടെ പോർഷനാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത്രയുടെ വലിപ്പം കൂടിയ ഒരു പൈപ്പ് പോലെ നമ്മൾ മടക്കി ഒട്ടിച്ചെടുക്കുക. ഇത് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ തലയുടെ പോർഷനിൽ നമ്മളത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ബോഡി പാർട്ട് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫേസ് ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൊണ്ട് തന്നെ നമ്മളൊരു അപ്പൂപ്പൻ്റെ താടി ഉൾപ്പെടെയുള്ളൊരു പോർഷൻ നമ്മൾ ഒട്ടിച്ച് വെച്ചു. നടുക്ക് നമ്മൾ ആ തെർമോക്കോളിൻ്റെ ബീഡ് ഒട്ടിച്ചു. ഒരു തൊപ്പിയുടെ ഒരു പോർഷനും കൂടെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൂപ്പൻ്റെ ഷൂ ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിന് തന്നെ പീസ് എടുത്തിട്ട് റൗണ്ടിൽ മുറിച്ച് അതിനൊരു ഭാഗം കട്ട് ചെയ്ത് ഒട്ടിക്കണം. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് 2 സൈഡും കൂടെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഈ ഷൂ ഒക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാം. എല്ലാം ഞാൻ പറയുന്ന അതേ രീതിയിൽ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഇപ്പോൾ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫേസും തൊപ്പിയും മൂക്കും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു കൈയും കൂടെ നമ്മൾ ആ സെയിം ഗ്ലാസിൻ്റെ പീസ് കൊണ്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്, ഗ്ലൗസ് പോലെ. അത് രണ്ടും നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിക്ക് പേപ്പർ സ്ട്രോയുടെ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ഫേസിൽ കുറച്ച് ആക്രിലിക് കളർ തേച്ച് കൊടുക്കുക.
കുറച്ച് വൈറ്റും റെഡ് കളറോടെ കൂടി മിക്സ് ചെയ്ത ഒരു കളറാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഫേസ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ബോഡി പാർട്ടിലെല്ലാം നമ്മൾ റെഡ് കളറ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇതുപോലെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഷൂവും എല്ലാ ഭാഗവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബെൽറ്റ് പോർഷനൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. സെൻറ്ററിലുള്ള ബെൽറ്റ് ഭാഗം അതും ബ്ലാക്ക് കളറിന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ണൊക്കെ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് പഞ്ഞി എടുത്തിട്ട് ഈ താടിയിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒരു 5 ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണിത്. ഒട്ടും റിസ്ക് ഇല്ലാതെ വെറും 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ പഞ്ഞിയൊക്കെ പതിയെ ഒട്ടിച്ച് കൊടുക്കുക. ഈ പഞ്ഞി യൂസ് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സെയിം ഗ്ലാസിൻ്റെ പേപ്പർ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് താടിയുടെ ഷേപ്പിലൊന്ന് വെട്ടിയിട്ട് ഒട്ടിച്ചാലും മതിയാവും. അങ്ങനെ ചെയ്താലും നല്ല ഭംഗിയാണ്. പഞ്ഞി കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനതൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്രാഫ്റ്റാണ്. നമ്മളിനി ക്രിസ്തുമസിൻ്റെ മറ്റ് ക്രാഫ്റ്റുമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ കാണണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.